Introduction to Computers and Office Automation. Microsoft PowerPoint example ഉപയോഗിച്ചിട്ടാണ് ഇവിടെ explain ചെയ്തത്. In the last video, we will discuss about chart and organizational chart. Today, we will discuss about WordArt and layering art objects. WordArt. Go to the Insert tab and click on WordArt. ഈ WordArt എന്ന് പറയുന്ന item Insert ടാബിലുള്ളത്. So, Insert tab click ചെയ്തതിനു ശേഷം WordArt click ചെയ്യുക. Click on the design and it should automatically direct to the drawing tools. Format tabs. WordArt ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഡിസൈൻ വരും, ഓട്ടോമാറ്റിക് ആയത് വരും. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ എന്ന ടാബിൽ ഡിസൈൻ എന്ന കണ്ടന്റ് വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു ഡ്രോയിങ് ടൂൾസ് അവൈലബിൾ ആണ്. സോ ഫോർമാറ്റ് ടാബ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആ ഒരു കണ്ടന്റിന്റെ ഡിസൈൻ ടൂൾസ് എല്ലാം ഇവിടെ അവൈലബിൾ ആയി കിട്ടും. ഡ്രോയിങ് ടൂൾസ് ഉണ്ടാവും, ഡിസൈൻ ടൂൾസ് ഉണ്ടാവും, എല്ലാ ടൂൾസും അവൈലബിൾ ആണ്. നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഞാനൊരു സ്ലൈഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്കൊരു സ്ലൈഡിൽ ഒരു വേർഡ് ആർട്ട് കൊണ്ടുവരാം. ഇൻസെർട്ട് ടാബ് ക്ലിക്ക് ചെയ്യുക, അതിൽ വേർഡ് ആർട്ട്. ഇവിടെ കുറച്ച് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു വേർഡ് ആർട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ആർട്ട് ചൂസ് ചെയ്യാൻ പോവാണ്. ആർട്ട് ഇത് നമുക്ക് വേർഡ് ടൈപ്പ് ചെയ്യാം. ദിസ് കമ്പ്യൂട്ടർ ഡിവൈസ്. ഓക്കെ, ഇപ്പൊ ടെക്സ്റ്റ് നമ്മൾ അതിനുള്ളിൽ ടൈപ്പ് ചെയ്തു. ഇതിന്റെ ഫോർമാറ്റ് ആണ് ഈ കാണിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ പല രൂപത്തിലെ ഫോർമാറ്റ് അവൈലബിൾ ആക്കാം. നമുക്ക് ഇതൊന്ന് ഓക്കെ, ഈ ആർട്ട് പല രൂപത്തിലും ചേഞ്ച് ചെയ്യുന്നത്. ഓൾറെഡി നമുക്ക് ഇത് സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല, ഓൾറെഡി ഇത് സെറ്റ് ചെയ്ത് വെച്ചു. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് തന്നെ അതിൻ്റെതായ ആർട്ടുകൾ അവൈലബിൾ ആണ്. എന്താ, ഏത് രൂപത്തിൽ നമുക്കും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനൊന്ന് ചൂസ് ചെയ്ത് വിട്ടു. ഓക്കെ, സിംഗിൾ. അതിനുശേഷം അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് കാണില്ല, ഈ ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കാണില്ല. ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം. ഓൾറെഡി പല രൂപത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് അവൈലബിൾ ആണ്. എന്താ, നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് തന്നെ കളർ, ഇപ്പോൾ ഇതിന്റെ ഒരു 3 ഡയമെൻഷൻ ലുക്ക് ഉണ്ട്. നമുക്ക് കളർ സിംഗിൾ കളർ ആക്കി മാറ്റാം. എന്താ, നോർമൽ ബാക്ക്ഗ്രൗണ്ട് കളർ ആക്കി സെറ്റ് ചെയ്യാം. ഇപ്പോൾ നോർമലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ടൈലായി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള കളറാണ്. അത് ഒഴിവാക്കി നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഷേപ്പ് കളർ സിംഗിൾ കളറാക്കി സെറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ ഷേപ്പ്, ആ ഷേപ്പിന്റെ കളേഴ്സ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ മോർ കളേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളറിന്റെ കോമ്പിനേഷൻ നമുക്ക് കിട്ടും. ഏത് കളർ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഈ ഒരു ഔട്ടർ ലൈന് ബ്ലൂ കളറായി വന്നിട്ടുണ്ട്. ആ ഔട്ടർ കളർ സെറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് ഈ കാണിക്കുന്നത്. കണ്ടോ, ഓരോന്നും കളർ ചേഞ്ച് കറക്റ്റ് കാണണ്ട. ഇതൊക്കെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് റൺ ചെയ്ത് നോക്കണം. കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഒരു ബ്ലൂ കളറാണ് കാണിക്കുന്നത്. ആ ബ്ലൂ കളർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ എഫക്റ്റ്, ഷേപ്പ് എഫക്റ്റുകൾ ഈ രൂപത്തിലോ എല്ലാ ഷേപ്പ് നമ്മൾ ഇത് ഓൾറെഡി വേറെ ഡിസ്കസിൽ പറഞ്ഞു, ഒബ്ജക്റ്റിൽ പറഞ്ഞാണ് ഇതിനെയൊക്കെ ഡിസൈൻ ചെയ്യാനുള്ളത്. സെയിം കണ്ടന്റ് ഇവിടെ വരുന്നത്. അതുപോലെ ഇവിടെ ഇത് ആർട്ട് ഒബ്ജക്റ്റ് തന്നെ ടെക്സ്റ്റ് സ്റ്റൈലാണ്. നോക്കാം, ഇവിടെ ഇതുപോലെ തന്നെ ടെക്സ്റ്റ് സ്റ്റൈലിന് ഫിൽ കളർ ഉണ്ട്. ഇതൊരു 3D ലുക്കാണ്. ഈ PU എന്നൊക്കെ കാരണം 3D ലുക്കിലാണ് വരുന്നത്. ബൈ ഡിഫോൾട്ട് അങ്ങനെയുള്ള ആർട്ടാണ്. നമുക്കത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഫിൽ സിംഗിൾ കളർ ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ആർട്ടും ഇല്ലാത്ത രൂപത്തിൽ ഈ രൂപത്തിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഫോർമാറ്റും ഇല്ലാതെ ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞു ഡിസൈൻസ്. ദെൻ ആ എഴുതിന്റെ ലെറ്റേഴ്സിന്റെ ഔട്ടർ ലൈൻ ആണ് ഈ കാണിക്കുന്നത്. ലെറ്റേഴ്സിനെ കളർ ചേഞ്ച് ചെയ്യുന്ന കാണാം. ലെറ്റേഴ്സിന്റെ ഔട്ടർ ലൈൻ, നേരത്തെ ബോർഡർ ഔട്ടർ ലൈനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ലെറ്റേഴ്സിന്റെ ഔട്ടർ ലൈന് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ വേണ്ട രൂപത്തിൽ അറേഞ്ച് കൊടുക്കാം. ഓക്കെ, ടെക്സ്റ്റ് എഫക്റ്റുകൾ, നേരത്തെ ബാക്ക്ഗ്രൗണ്ടിന്റെ എഫക്റ്റ് ആണ് പറഞ്ഞത്. ഇപ്പോൾ ടെക്സ്റ്റ് എഫക്റ്റുകൾ കാണുന്നുണ്ടാവും അല്ലെ, ചേഞ്ച് ചെയ്യുന്ന ഓരോന്നും ക്ലിക്ക് ചെയ്യേണ്ട, ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ലൈ ആവും. നമുക്ക് വേണേൽ പ്രിവ്യൂ രൂപത്തിൽ കാണാൻ കഴിയും ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ. നെക്സ്റ്റ് 3D റൊട്ടേഷൻ, ടെക്സ്റ്റ് ആണ്, അപ്പൊ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആവില്ല. അപ്പൊ നമുക്ക് രണ്ടും ഒരുമിച്ച് ചേഞ്ച് ആവണമെങ്കിലോ ആദ്യം ഇതിനെ 3D റൊട്ടേഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഈ രൂപത്തിൽ കിട്ടി ടെക്സ്റ്റ് ചേഞ്ച് ചെയ്തു. അതേ കണ്ടന്റ് ഇവിടെ ഉണ്ടാവും ഈ ഷേപ്പ് എഫക്റ്റിൽ 3D റൊട്ടേഷൻ. കണ്ട, അതേ റൊട്ടേഷൻ അതും കൊടുക്കുക. അപ്പൊ അത് അതുപോലെ കിട്ടും. കണ്ട, ഓക്കെ അല്ലേ. നമുക്ക് ഇതുപോലെ സർക്കിളിലോ ഏത് രൂപം നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റുകൾ എഴുതാൻ പറ്റും. കണ്ടോ, ഇപ്പൊ പല രൂപത്തിലുള്ള ഡിസൈൻസ് അവൈലബിൾ ആണ്. ഏത് ഡിസൈൻ നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. അപ്പൊ ഇതാണ് വേർഡ് ആർട്ട് എന്ന് പറഞ്ഞ കണ്ടന്റ്. ക്ലിയർ അല്ലേ. നെക്സ്റ്റ് വൺ, ഇൻസെർട്ട് പിക്ചർ. ഗോ ടു ദ ഇൻസെർട്ട് ടാബ് ആൻഡ് സെലക്ട് പിക്ചർ. സോ പിക്ചർ എന്നുള്ള ഐറ്റം എവിടെ വരുന്ന, ഇൻസെർട്ട് വരുന്ന ഒരു ടാബിലുള്ളത്. ഇൻസെർട്ട് റിബണിന്റെ ടാബിൽ ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് പിക്ചർ ക്ലിക്ക് ചെയ്യാം.
Then locate the image file from the folder where to save. നമ്മൾ എവിടെയാണ് ലൊക്കേഷൻ കാണിച്ചു കൊടുക്കണം, ഏത് പിക്ചറാണ് കൊണ്ടുവരുന്നത് ആ പിക്ചർ അവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പിക്ചർ അവിടെ ലോഡ് ചെയ്ത് വരും. നോക്കാം, ഒരു ബ്ലാങ്ക് പ്രസന്റേഷൻ. ഓക്കെ, ഈ സ്ലൈഡിൽ ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് പിക്ചേഴ്സ് കണ്ടോ, പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പിക്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു പിക്ചർ നമ്മൾ ചൂസ് ചെയ്തു. ഫോർമാറ്റ് ടാബിൽ, കാരണം പിക്ചർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോർമാറ്റ് ബൈ ഡിഫോൾട്ട് വരും. ഇല്ലെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി, ഏത് ഓപ്ഷൻ ഉണ്ടെങ്കിലും അവിടെ ഫോർമാറ്റ്, പിക്ചർ ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പിക്ചറിന്റെ ഫോർമാറ്റ് എടുക്കട്ടെ. ഇത് നോക്കി, ഇതാണ് പിക്ചറിന്റെ സ്റ്റൈൽ. കണ്ടോ, നോർമലി ഇങ്ങനെ ഉണ്ടായിരുന്നത്. റൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഈ റൺ ചെയ്യുമ്പോഴാണ് അതിന്റെ കറക്റ്റ് കാണാൻ കഴിയുള്ളൂ. കണ്ടോ, ഇവിടെ സൈഡിലൊക്കെ ഇങ്ങനെ ഒരു ബ്ലറായ രൂപത്തിൽ ആ ഒരു എഫക്റ്റ് ആണ് കൊടുത്തുള്ളത്. വേറൊരു എഫക്റ്റ് ഇവിടെ കർവ്ഡ് ആണ്. ഓക്കെ, കോർണർ കർവ്ഡ് അല്ലേ. ഓരോന്ന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പ്രിവ്യൂ നോക്കിയാൽ മനസ്സിലാവുള്ളൂ. പിന്നെ ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു ഫോട്ടോ ഫ്രെയിം രൂപത്തിൽ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ സ്റ്റൈൽസ് അവൈലബിൾ ആണ് സർക്കിൾ രൂപത്തിൽ. ആ ഫ്രെയിമിൽ തന്നെ ഉൾക്കൊള്ളിക്കണം. ബാക്കിയുള്ള കണ്ടന്റ് എല്ലാം നമുക്ക് ഡിലീറ്റ് ആയി പോയി. ഒക്കെ ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയും. താഴെ അതിന്റെ ഒരു ഫ്ലാഷ് ലൈറ്റ് വരുന്ന രൂപത്തിൽ സെയിം കണ്ടന്റ് ഇവിടെ മിറർ ഇമേജ് ആയി വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഏത് രൂപത്തിലുള്ള ഡിസൈൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഒരു ഫ്രെയിം കൂടെ സെറ്റ് ചെയ്ത് കൊടുത്ത ഒരു ടിവിയിൽ നമ്മൾ ഇത് കാണുന്ന ഒരു ലുക്കാണ് അവൈലബിൾ ആണ്. കേട്ടോ, അപ്പൊ ഇങ്ങനെയുള്ള സെറ്റിംഗ്സ് ഒക്കെ നമുക്ക് ഇവിടെ നോർമൽ നമ്മളെ ഒരു പവർ പോയിന്റ് പ്രസന്റേഷനിൽ ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് കംപ്രസ് ചെയ്യാം നമുക്ക് നോർമൽ പിക്ചറിന്. അതുപോലെ പിക്ചർ ബോർഡർ, ഈ ബോർഡർ ഇപ്പൊ സെറ്റ് ചെയ്യുന്ന ബ്ലാങ്ക് ഇതായിരുന്നു ബ്ലൂ, അതിന്റെ ബോർഡറിന്റെ കളറാണ് സെറ്റ് ചെയ്യുന്നത്. കേട്ടോ, നോക്കി ഓരോ കളർ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. മൾട്ടിപ്പിൾ കളേഴ്സ് നമുക്ക് ഇവിടുന്ന് കിട്ടും. കോമൺ ആണ്, നേരത്തെ ടെക്സ്റ്റിന്റെ പറഞ്ഞല്ലോ, ടെക്സ്റ്റിന്റെ കണ്ടന്റ് തന്നെ വേർഡ് ആർട്ടിന്റെ ടെക്സ്റ്റ് കണ്ടന്റ് തന്നെ എവിടെയും വരുന്നത്. കളർ, ബോർഡറിന്റെ കളർ സെറ്റ് ചെയ്യുക. അതുപോലെ പിക്ചർ എഫക്റ്റ്, 3D റൊട്ടേഷൻ, പിക്ചർ ലേഔട്ട്. നമുക്ക് പിക്ചർ ലേഔട്ട് പറഞ്ഞാൽ ഒരു മൾട്ടിപ്പിൾ പിക്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ലേഔട്ട് വേണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കി. കണ്ടോ, ആ പിക്ചർ ഇവിടെ വന്നു, നെക്സ്റ്റ് പിക്ചർ ഇവിടെ വന്നു, മൾട്ടിപ്പിൾ ആയിട്ട്. അപ്പൊ ഈ രൂപത്തിലുള്ള പിക്ചർ ലേഔട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. അതുപോലെ വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഏത് രൂപത്തിലുള്ള കണ്ടന്റും നമ്മൾ ഒരു വലിയ മൾട്ടിപ്പിൾ ആയിട്ട് പിക്ചർ ഒക്കെ ആഡ് ചെയ്തിട്ട് അതിന്റെ കണ്ടന്റും ടെക്സ്റ്റ് ഒക്കെ എഴുതുന്ന രൂപത്തിലാണ് അറേഞ്ച് ചെയ്ത് തരും. ഇപ്പൊ ഒന്ന് ക്ലിക്ക്, ഈ ഒരു കണ്ടന്റ് ഇത് ഒന്നേ ഉള്ളൂ, നമുക്ക് എന്ത് ചെയ്യാം, ഈ രൂപത്തിൽ അറേഞ്ച് ചെയ്യാം. അതിങ്ങനെ ഒരു കൊടുക്കാം. അപ്പൊ ടെക്സ്റ്റ് കൂടെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് നല്ലൊരു രൂപത്തിൽ കാണാൻ കഴിയുള്ളൂ. മൾട്ടിപ്പിൾ ഇമേജ് ഒക്കെ ഉണ്ടെങ്കിൽ 3D ലുക്ക് കണ്ട, അതേപോലെ സെയിം കണ്ടന്റ് തന്നെ പല രൂപത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യണം. നെക്സ്റ്റ് വരുന്ന റൊട്ടേറ്റ്. ഇത് നമുക്ക് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം. റൊട്ടേഷൻ, ലെഫ്റ്റ് റൊട്ടേഷൻ, റൈറ്റ് റൊട്ടേഷൻ, വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, പല രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം കണ്ടന്റ്. ഓക്കെ, പിന്നെ വരുന്ന ഒരു കംപ്രസ്, പിക്ചറിനെ കംപ്രസ് ചെയ്യാം. സൈസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാമല്ലോ അല്ലെ. ആ റെഡ്യൂസ് ചെയ്യേണ്ട ഓപ്ഷൻസ് ആണ് അപ്ലൈ ഓൺലി ദ പിക്ചർ, ഡിലീറ്റ് ക്രോപ്പ് ഏരിയ, വല്ല കണ്ടന്റ് ഒക്കെ ഫോട്ടോഷോപ്പിലൊക്കെ നമ്മൾ കംപ്രസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ വെച്ച് ഫയൽ. കാരണം മൾട്ടിപ്പിൾ സ്ലൈഡിൽ ഒരുപാട് പിക്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു PPTയുടെ ഫയൽ സൈസ് കൂടും. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കംപ്രസ് ചെയ്യാം. കംപ്രസ് ചെയ്യുമ്പോൾ കാണാൻ വ്യത്യാസം ഉണ്ടാവില്ല, പക്ഷെ ആ ഫയൽ ഒന്ന് റെഡ്യൂസ് ആവും. PPTയിൽ കൊണ്ടുകൊണ്ടുള്ള എല്ലാ പിക്ചേഴ്സും ഇതുപോലെയുള്ള എല്ലാ പിക്ചേഴ്സും ഇതുപോലെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫയലിന്റെ സൈസ് കുറയും, ടോട്ടൽ ഫയൽ സൈസ് കുറയും. ഓക്കെ, അപ്പൊ ചേഞ്ച് പിക്ചർ, ഈ പിക്ചർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റീസെറ്റ് പിക്ചർ, എല്ലാ അനിമേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയേ, കളർ കോമ്പിനേഷൻസ് ഉണ്ട്. നമുക്ക് കണ്ടിട്ടുണ്ടാവില്ല, ക്യാമറ ഉപയോഗിച്ച് നമ്മൾ ഓരോന്ന് ചെയ്യുന്നതാണ് ഈ ഒരു മെത്തേഡൊക്കെ. ഒരുവിധം അനിമേഷൻസ് ഒക്കെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സെറ്റിംഗ്സ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ കഴിയും. കളേഴ്സ്, ഇതേ രൂപത്തിലെ കളേഴ്സ്, ബ്ലൈൻഡ് കളേഴ്സും കളേഴ്സിന്റെ ചേഞ്ച് ഒക്കെ വരികയാണ്. ഏതൊക്കെ രൂപത്തിലെ കളർ സെറ്റ് ചെയ്യാൻ ഓപ്ഷൻ കണ്ടോ. എഡിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ ഒക്കെ ബെറ്റർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഫോട്ടോ എഡിറ്റർ യൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ. കണ്ടോ, ഇതൊക്കെ ഓരോ സെറ്റിംഗ്സ് അവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ കാണണ്ട പർപ്പിൾ, എസെന്റ്, കളർ ഫോർ ലൈറ്റ്, ഇതൊക്കെ ഈ മൂന്നിന്റെ കോമ്പിനേഷൻസ് ആണ് ഈ കാണുന്നത്. കണ്ടോ, അതുപോലെ കറക്ഷൻസ് ഇതാണ് ഇവിടെ താഴെ കാണിക്കണ്ട. ബ്രൈറ്റ്നെസ് 20% പ്ലസ് 20%, കോൺട്രാസ്റ്റ് 0, നോർമൽ. ഇവിടെ ഞാൻ നോക്കുമ്പോൾ പ്ലസ് 40% ആണ് ബ്രൈറ്റ്നെസ്, അതുപോലെ കോൺട്രാസ്റ്റ് 40. ഓരോ സെറ്റിംഗ്സ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫോട്ടോഷോപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഫോട്ടോഷോപ്പിൽ ഇവർ ചെയ്യുന്ന കൺസെപ്റ്റ് ആണ് ഇതെല്ലാം. ബ്രൈറ്റ്നെസ് -20, അതുപോലെ കോൺട്രാസ്റ്റ് പ്ലസ് 20%. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു കോൺട്രാസ്റ്റ് കിട്ടുന്നത്. പക്ഷെ ഇതെല്ലാം ഇവിടെ പവർ പോയിന്റിൽ തന്നെ
വേണ്ട രൂപത്തിൽ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ മൗസ് കൊണ്ടുവന്ന് നോക്കി അവിടെ ചേഞ്ച് കാണാൻ പറ്റും. ഒരുവിധം ഫോട്ടോ എഡിഷൻ ഒക്കെ എഡിറ്ററൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അതുപോലെ ഇവിടെ നോക്കിയാൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, ഇതും ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി. ഓക്കെ കണ്ടോ, ഇതിപ്പോ നമ്മൾ റൺ ചെയ്ത് നോക്കിയാൽ ബാക്ക്ഗ്രൗണ്ട് കാണാൻ കഴിയില്ല, ഫോർഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണ്? അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടന്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് കോപ്പി എടുക്കാം. കണ്ടന്റ് എടുത്തിട്ട് വേറെ ഒരു എഡിറ്റർ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് പോയിട്ടുണ്ടാവും, ഫോർഗ്രൗണ്ടിലെ ഈ ഒരു ഇമേജ് മാത്രം നമുക്ക് ഡിസ്പ്ലേയിൽ കിട്ടും. ഇത് നമുക്ക് വേറെ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ടിലുള്ള പിക്ചറിന്റെ അവിടെ കൊണ്ടുപോയി വെക്കാം. ഓക്കെ, ഇതൊക്കെ ഫോട്ടോഷോപ്പിൽ ചെയ്യുന്ന വലിയൊരു പ്രോഗ്രാമാണ്, വലിയൊരു കണ്ടന്റ് എന്ന് ഞാൻ മനസ്സിലാക്കണം, എഡിറ്റിംഗ് ഒക്കെ. അപ്പോൾ അതെല്ലാം നമുക്ക് ഇവിടെ പ്രസന്റേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നത് ക്ലിപ്പ് ആർട്ട്. ഗോ ടു ദ ഇൻസെർട്ട് റിബൺ, then select online pictures. ഓൺലൈൻ പിക്ചേഴ്സ് എന്ന് വെച്ച് ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞ ഇവിടെ ഇൻസെർട്ട് എന്ന്. മുമ്പൊക്കെ ഓൾഡ് വെർഷൻസിൽ ക്ലിപ്പ് ആർട്ട് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അത് ഒഴിവാക്കിയിട്ട് പകരം ഓൺലൈൻ എന്നാണ് എടുക്കാൻ പറയുന്നത്. അപ്പൊ ഇന്റർനെറ്റ് കണക്ഷൻ വേണ്ടത്. ഓക്കെ, ടൈപ്പ് കീവേഡ് ഫോർ സെർച്ച് ക്ലിപ്പ് ആർട്ട് ആൻഡ് പ്രസ് എൻട്രി കീ. ഓപ്ഷൻസ് ഉണ്ട്, സെർച്ച് ചെയ്യുന്ന ഓപ്ഷൻസ്. സെർച്ച് ചെയ്തതിനു ശേഷം വേണ്ട സെലക്ട് ചെയ്യുക, എന്നിട്ട് ക്ലിക്ക് എൻട്രി കീ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഫിൽറ്റർ ബൈ ടൈപ്സ്, നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫിൽറ്റർ ചെയ്യാം. ഏതൊക്കെ വഴിയാ, ഫോട്ടോഗ്രാഫ് നോക്കാം, ക്ലിപ്പ് ആർട്ട്, ലൈൻ ഡ്രോയിങ്, അനിമേറ്റഡ്, ജിഫ് അനിമേറ്റർ, അങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് ലേഔട്ട് സെറ്റ് ചെയ്യാം, സ്ക്വയർ, വാൾ, ടാൾ, പല രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ലേഔട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. കളേഴ്സ് കൊടുക്കാം. ഓക്കെ, ഏത് കളറിലുള്ള ക്ലിപ്പ് ആർട്ടുകളാണ് വേണ്ടത്. ഇവിടെ ഒരു ബ്ലാങ്ക് സ്ലൈഡ് എടുത്തിട്ടുണ്ട്. ഇൻസെർട്ട്, ഇൻസെർട്ടിലൂടെ ഓൺലൈൻ പിക്ചേഴ്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അത് ബ്ലിങ്ക് ഇമേജ് സെർച്ച്, അതുപോലെ വൺ ഡ്രൈവ്. ചെക്ക് ചെയ്ത് നോക്കി ഏത് വഴിയാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വഴി ഫ്ലവേഴ്സ്, എഡ്യൂക്കേഷൻ, ഈ ഒരു സെർച്ച് ചെയ്യുന്ന ഓപ്ഷൻ നമുക്ക് സെർച്ച് ചെയ്യാം. കമ്പ്യൂട്ടേഴ്സ്, കമ്പ്യൂട്ടർ സെർച്ച് ഓപ്ഷൻ കൊടുക്കും. അപ്പോൾ കമ്പ്യൂട്ടേഴ്സ് മാത്രം ഡിസ്പ്ലേ ചെയ്ത് വന്നു. ഇതെല്ലാം കമ്പ്യൂട്ടേഴ്സ് ആണ്. ഇവിടെ ഫിൽറ്റേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഫിൽറ്റർ. സൈസ്, എത്ര സൈസ്, ആ ഫയൽ സൈസ് എത്ര വേണം. സ്മാൾ സൈസുള്ള പിക്ചർ മതിയോ, മീഡിയം, ലാർജ്? നമുക്ക് ലാർജ് നോക്കാം, ലാർജ് സൈസ്. അപ്പൊ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ സൈസിലായിരിക്കും കിട്ടുക. ഓക്കെ, ദെൻ സ്മാൾ, മീഡിയം, ഓക്കെ, ഇങ്ങനെയുള്ള സെറ്റിംഗ്സ് കൊടുത്താൽ വളരെ ചെറിയ സൈസിലുള്ള പിക്ചേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ ടൈപ്പ്, ഏത് ടൈപ്പ് വേണം, ഫോട്ടോഗ്രാഫ് വേണോ, ക്ലിപ്പ് ആർട്ട് വേണോ, ലൈൻ ഡ്രോയിങ്, ട്രാൻസ്പെറന്റ്, പല രൂപത്തിൽ നമുക്ക് കിട്ടും. ഇതൊക്കെ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കേണ്ട ഒരുപാട് പിക്ചേഴ്സ്, പക്ഷേ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. ആർട്ട് നോക്കി, ഇത് ആർട്ട് കണ്ടോ, നോർമൽ പിക്ചേഴ്സ് അല്ല, ആർട്ട് രൂപത്തിലുള്ള പിക്ചേഴ്സ്. ഇതാണ് ക്ലിപ്പ് ആർട്ട് പറഞ്ഞ കറക്റ്റ് കണ്ടന്റ്. നെറ്റിൽ അതുകൊണ്ട് ലോഡ് ചെയ്യുന്ന സമയം പിടിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ ഫോട്ടോഗ്രാഫ്, ഇത് ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുത്ത കമ്പ്യൂട്ടേഴ്സിന്റെ പിക്ചർ. ഓക്കെ, ഇത് ഫോട്ടോ എടുത്താണ്, ക്യാമറ കൊണ്ട് ഫോട്ടോ എടുത്ത പിക്ചേഴ്സ് ആണ് ഈ കാണുന്നത്. ലൈൻ ഡ്രോയിങ്, പെൻസിൽ കൊണ്ട് പേന കൊണ്ടൊക്കെ നമുക്ക് ഡ്രോ ചെയ്യില്ലേ, അങ്ങനെ വരച്ചു കഴിഞ്ഞ് വരുന്ന പിക്ചേഴ്സ് ആണ് ഈ ലൈൻ ഡ്രോയിങ് വരുന്നത്. ഡിജിറ്റലായിട്ട് വരച്ചതായിരിക്കാം കേട്ടോ കമ്പ്യൂട്ടറിൽ. അതുപോലെ ട്രാൻസ്പെറന്റ്, കണ്ടന്റ് മാത്രം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും, ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല. ഇത് ഇവിടെ എല്ലാം വൈറ്റ് തന്നെ ആയിരിക്കും, പ്യൂർ വൈറ്റ്, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല. ജസ്റ്റ് ക്ലിക്ക് നോക്കി നമുക്കൊന്ന് കാണിക്കാം. ജസ്റ്റ് ഒന്ന് ഇൻസെർട്ട് ചെയ്യാം. നമുക്ക് കളർ സെറ്റ് ചെയ്യാം. സപ്പോസ് ഞാൻ യെല്ലോ കൊടുത്തു, അല്ല ഗ്രീൻ, ഗ്രീൻ കളർഡ് ആയിട്ടുള്ള എല്ലാ പിക്ചേഴ്സും വരും കണ്ടോ. ഇതിൽ ഫുള്ള് ഗ്രീൻ ആയിരിക്കും. ബ്ലൂ, സോ ബ്ലൂ ടൈപ്പ് ഉള്ളത്, റെഡ്, കംപ്ലീറ്റ് റെഡ് ടൈപ്പ് ഉള്ള പിക്ചേഴ്സ് മാത്രമേ ഡിസ്പ്ലേ വരുള്ളൂ. ഓക്കെ അല്ലേ? നമുക്ക് ഈ ഒരു പിക്ചർ നോക്കാം, ഇതിന്റെ ട്രാൻസ്പെറന്റ് ആണ്, കളർ സെറ്റ് കൊടുത്തില്ല, സെറ്റ് ചെയ്തില്ല, ഇവിടെ അതുപോലെ വരും. ഇൻസെർട്ട് ചെയ്യാം. ഒരു പിക്ചർ ഡൗൺലോഡിങ് 1 ഫയൽസ് കണ്ടോ. ഇത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലല്ലോ, കണ്ടില്ലേ, ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ട്രാൻസ്പെറന്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള പിക്ചർ കിട്ടാൻ ഗൂഗിളിൽ നമ്മൾ കുറേ സെർച്ച് ചെയ്യാറുണ്ട്, പക്ഷെ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്യാം. ഈ ഒരു പിക്ചർ നമുക്ക് പേപ്പറ്റിക്ക് മാത്രമല്ല വേറെ എവിടേക്കും യൂസ് ചെയ്യാം. ഇത് ജസ്റ്റ് കോപ്പി ചെയ്യുക, എന്നിട്ട് പെയിന്റിലോ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിലോ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്യാം, എന്നിട്ട് അവിടെ എന്തെങ്കിലും വർക്കിംഗ് ചെയ്യാം. നമുക്കൊരു പിക്ചർ വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ അതിനേക്കാൾ ഫാസ്റ്റ് നമുക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിൽറ്റർ ഉണ്ട്, വളരെ ഫിൽറ്റർ ആയിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആയി കിട്ടും. കണ്ടോ, ട്രാൻസ്പെറന്റ് പിക്ചറാണ്. അപ്പൊ ഇങ്ങനെയുള്ള പിക്ചർ നമുക്ക് അവൈലബിൾ ആയിട്ട് അത് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ 3 കണ്ടന്റ് ആണ്. ഒന്ന് വേർഡ് ആർട്ട്, സെക്കൻഡ് പിക്ചേഴ്സ്, തേർഡ് വൺ ക്ലിപ്പ് ആർട്ട്. ഈ 3 കണ്ടന്റുകളും ഇൻസെർട്ട് എന്ന ടാബിൽ നിന്നാണ്
റീഡ് ചെയ്യും. അപ്പോൾ അതിൽ പിക്ചർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിക്ചർ ഇൻസെർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ വേർഡ് ആർട്ട് ആണെങ്കിൽ അത് വേർഡ് ആർട്ട് ക്ലിക്ക് ചെയ്യാം. ഇതിന്റെയൊക്കെ ഡിസൈൻ ചെയ്യുന്നത് ഫോർമാറ്റ് എന്ന ടൂൾ ഉപയോഗിച്ചിട്ടാണ്. ഫോർമാറ്റ് എന്ന ഒരു ടാബ്, ആ ടാബിലാണ് ഡ്രോയിങ് ചെയ്യാനും അതുപോലെ ഡിസൈൻ ചെയ്യാനും ഇൻസെർട്ട് ചെയ്യാനുള്ള കണ്ടന്റുകൾ. ആ ഒരു കണ്ടന്റിന്റെ വേർഡ് ആർട്ട് ആയാലും പിക്ചർ ആയാലും അതിന്റെ ഡിസൈൻ ചെയ്യാനുള്ള ടൂൾസ് എല്ലാം ഉള്ളത് ഫോർമാറ്റ് എന്ന മെനുവിലാണുള്ളത്. അത് ആ ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അതിന്റെ ഡിസൈൻ ടൂൾസ് അവൈലബിൾ ആണ്. അതുപോലെ ClipArt ഓൺലൈനിൽ നിന്ന് പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിൽ സെർച്ച് ചെയ്യാൻ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. സെർച്ച് ചെയ്യാൻ മാത്രമല്ല ഫിൽട്ടർ ചെയ്യാൻ, അതാണ് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ആയി മനസ്സിലാക്കുന്നത്. കാരണം ഫിൽട്ടർ നമുക്ക് വേണ്ടത് കറക്റ്റ് ആയിട്ട് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കണ്ടന്റ് സെർച്ച് ചെയ്ത് ഫിൽട്ടർ നമുക്ക് എടുക്കാൻ കഴിയും. ഓക്കെ, വളരെ യൂസ്ഫുൾ ആണ് ഈ ഒരു ClipArt എന്ന കണ്ടന്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കിയുള്ള കണ്ടന്റ് പഠിക്കാം. ഓക്കെ, താങ്ക് യു.